ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 800 മീറ്ററും 1500 മീറ്ററും ഓട്ട മത്സരങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ മിഡിൽ ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ഓട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 800 മീറ്ററും 1500 മീറ്ററും വെറും ഓട്ട മത്സരങ്ങളല്ല, സ്പ്രിന്റിന്റെ വേഗവും ലോങ് ഡിസ്റ്റൻസിന്റെ സ്റ്റാമിനയും ഒരുമിച്ച് വേണം. അതുകൊണ്ട് മിഡിൽ ഡിസ്റ്റൻസ് റണ്ണിംഗ് അത്ലറ്റിക്സിലെ ഏറ്റവും കഠിനമായ ഇനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു 800 മീറ്റർ അല്ലെങ്കിൽ ഒരു 1500 മീറ്റർ ഓട്ടക്കാരൻ എങ്ങനെ ഓടണം, എന്തൊക്കെ ഫിസിക്കൽ ക്വാളിറ്റി വേണം, ഏത് തരം വർക്കൗട്ട് ചെയ്യണം, എനർജി സിസ്റ്റം എങ്ങനെ വികസിപ്പിക്കണം എന്നതിനെ പറ്റിയിലാണ്. ആദ്യമേ നമുക്ക് ശരിയായ റണ്ണിംഗ് ടെക്നിക്ക് എന്താണെന്നതിനെ പറ്റി സംസാരിക്കാം. ആദ്യം ഓടുമ്പോൾ കാല് നിലത്ത് പതിക്കുന്ന രീതിയെക്കുറിച്ച് നോക്കാം. ഒരു മിഡിൽ ഡിസ്റ്റൻസ് റണ്ണറുടെ കാൽ ശരീരത്തിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെയായിരിക്കും നിലത്ത് പതിക്കുക. അതായത് ശരീരത്തിന് വളരെ മുന്നിലും അല്ല വളരെ പിന്നിലും അല്ലാത്ത രീതിയിൽ വേണം കാലുകൾ പ്ലേസ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ഫോഴ്സ് കുറയും, ഊർജ്ജനഷ്ടം കുറയും, റണ്ണിംഗ് എക്കോണമി മെച്ചപ്പെടും. കാൽമുട്ടിന്റെ പങ്കും ഹിപ്പിന്റെ പങ്കും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. കാല് നിലത്ത് തൊടുമ്പോൾ ചെറിയ തോതിൽ കാൽമുട്ട് വളയും, പക്ഷേ അമിതമായി വളയാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായ ക്വാഡ്രിസെപ്സും ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ടിയസ് മാക്സിമസും എന്നിവ അനിവാര്യമാണ്. അതുപോലെ സ്ഥിരതയും വളരെ പ്രധാനമാണ്. ഹിപ്പ് ഇളക്കിക്കൊണ്ടിരുന്നാൽ ഊർജ്ജം നഷ്ടപ്പെടും. അതുകൊണ്ട് കോർ സ്ട്രെങ്ത്, ലോവർ ബാക്ക് സ്ട്രെങ്ത് എന്നിവ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ്. എച്ചിലിസ് ടെൻഡൻ ആൻഡ് കാഫ് സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഓടുമ്പോൾ എച്ചിലിസ് ടെൻഡനും കാഫ് മസിലും വലിയ ജോലി ചെയ്യുന്നുണ്ട്. ഇവ സ്പ്രിങ് പോലെ പ്രവർത്തിച്ച് ഓരോ സ്റ്റെപ്പിലും ഊർജ്ജം സംഭരിക്കുകയും തിരികെ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് കാഫ് റൈസ്, പ്ലയോമെട്രിക്സ്, സ്കിപ്പിംഗ്, ബൗണ്ടിങ് പോലുള്ള വ്യായാമങ്ങൾ മിഡിൽ ഡിസ്റ്റൻസ് റണ്ണർമാർക്ക് വളരെ അത്യാവശ്യമാണ്. ഹാംസ്ട്രിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. കാല് പിന്നിലേക്ക് പൂർണ്ണമായി നീണ്ട ശേഷം അത് വീണ്ടും മുകളിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഹാംസ്ട്രിങ് മസിൽസ് ആണ്. ഹാംസ്ട്രിങ് ശക്തമല്ലെങ്കിൽ സ്ട്രൈഡ് കാര്യക്ഷമമാകില്ല. ആയതിനാൽ സ്ട്രെങ്ത് മാത്രമല്ല ഫ്ലെക്സിബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ ലിഫ്റ്റ് എത്ര വേണം എന്നുള്ളതിനെ പറ്റി വളരെ ഡൗട്ടുള്ളൊരു വിഷയമാണ്. പലരും സ്പ്രിന്റർമാരെ പോലെ കാൽമുട്ട് വളരെ ഉയർത്താൻ ശ്രമിക്കും. പക്ഷേ 800, 1500 മീറ്റർ റണ്ണർമാർക്ക് അത്രയും ഉയർന്ന നീ ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല. ഊർജ്ജം ലഭിക്കുന്ന രീതിയിലുള്ള റണ്ണിങ് മെക്കാനിസം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ആ മെക്കാനിസം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആം ആക്ഷൻ. കൈകളുടെ പ്രവർത്തനത്തിനെ പറ്റി നോക്കാം നമുക്ക്. കൈകൾ ഏകദേശം 90 ഡിഗ്രി വളഞ്ഞിരിക്കണം. തോളുകൾ റിലാക്സ്ഡ് ആയിരിക്കണം. മുറുകെ പിടിച്ച കൈകളോ ഉയർത്തിപ്പിടിച്ച തോളുകളോ ഊർജ്ജം പാഴാക്കും. അതുകൊണ്ട് തന്നെ ഓക്വേർഡ് മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ വേണം ആം ആക്ഷൻ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് ശരീരത്തിൻ്റെ പൊസിഷൻ. മിഡ് മുന്നോട്ട് വളരെ ചായരുത്, വളരെ പിന്നോട്ട് നിൽക്കരുത്. നട്ടല് നേരെ, ശരീരം റിലാക്സ്ഡ്, ചെറിയ ഫോർവേഡ് ലീൻ മാത്രം കൊടുത്ത് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് ഏറ്റവും കാര്യക്ഷമമായ റണ്ണിങ് പോസ്റ്റർ. ഓടുന്ന സമയത്ത് ലോങ് ഡിസ്റ്റൻസ്, മിഡിൽ ഡിസ്റ്റൻസ് ഓടുന്ന സമയത്ത് ഏതെല്ലാം എനർജി സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്നാൽ എനർജി സിസ്റ്റംസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 800 മീറ്റർ, 1500 മീറ്റർ വിജയിക്കാൻ ഒരൊറ്റ ഫിറ്റ്നസ് മാത്രം മതി എന്നല്ല, നിരവധി എനർജി സിസ്റ്റം ഒരുമിച്ച് വികസിപ്പിക്കണം. ഈസി റണ്ണ് 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് ലക്ഷ്യം. എയറോബിക് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് സ്റ്റാമിനയുടെ അടിസ്ഥാനം. ആഴ്ചയിൽ ഒരു ലോങ് ഈസി റൺ നിർബന്ധമായും വേണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ് ത്രിഷോൾഡ് റണ്ണ്. 20 മിനിറ്റിൻ്റെ സ്റ്റഡി ഫേസിനേക്കാൾ അല്പം വേഗത്തിൽ. ഇത് എയറോബിക് പവർ വർദ്ധിപ്പിക്കും. 1500 മീറ്റർ റണ്ണർമാർക്ക് പ്രത്യേകിച്ച് ആവശ്യമാണ് ഈ റണ്ണിങ്. 10 മിനിറ്റ് റിപ്പീറ്റേഷൻ ആണ്. ഉദാഹരണം 4x1000 മീറ്റർ അല്ലെങ്കിൽ 4x800 മീറ്റർ. എയറോബിക് പവറും ലാക്റ്റിക് കപ്പാസിറ്റിയും ഒരുമിച്ച് മെച്ചപ്പെടുത്താൻ സഹായിക്കും. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് റിപ്പീറ്റേഷൻ ആണ്. ഉദാഹരണം 4x400 മീറ്റർ, 10x300 മീറ്റർ. ഇത് റേസിൻ്റെ പേസ്, എൻഡുറൻസ് എന്നിവ വികസിപ്പിക്കും. 45 മുതൽ 90 സെക്കൻഡ് വരെയുള്ള റണ്ണ്. ഉദാഹരണം 300 മീറ്റർ മുതൽ 600 മീറ്റർ വരെ. ഇത് ലാക്റ്റേറ്റ് കപ്പാസിറ്റി, ലാക്റ്റേറ്റ് പവർ എന്നിവ വികസിപ്പിക്കുന്നു. 800 മീറ്റർ റണ്ണർമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കപ്പാസിറ്റി. 30 മുതൽ 45 സെക്കൻഡ് വരെയുള്ള റൺ. ഇവ ശരീരത്തെ ലാക്റ്റിക് ആസിഡ് സഹായിക്കാൻ പഠിപ്പിക്കുന്നു. റേസിൻ്റെ അവസാന ഭാഗത്ത് ഇതിൻ്റെ ഗുണം കാണാം. 15 മുതൽ 30 സെക്കൻഡ് വരെ റിപ്പീറ്റേഷൻ സ്പീഡ്, എൻഡുറൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. 150 മീറ്റർ, 200 മീറ്റർ ഈസി ഫ്ലൈയിങ് റൺസ്. ഇത് ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും. 6 മുതൽ 15 സെക്കൻഡ് വരെയുള്ള സ്പ്രിൻറ്റ് പ്യുവറായിട്ടുള്ള സ്പീഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതായത് 60 മീറ്റർ സ്പ്രിൻറ്റ്, ഹിൽ സ്പ്രിൻറ്റ് എന്നിവ ഈ തരത്തിലുള്ള സ്പീഡ് വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിഡിൽ ഡിസ്റ്റൻസ് റണ്ണർമാർക്കും സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ഡിസ്റ്റൻസ് റണ്ണർമാർ വെറും ഓടിയാൽ മാത്രം പോരാ, സ്ട്രെങ്ത് ട്രെയിനിങ് കൃത്യമായി ചെയ്തിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്, ലഞ്ചസ്, സ്റ്റെപ്പ് അപ്സ്, കോർ ട്രെയിനിങ് എന്നിവ ഉൾപ്പെടുത്തണം. ശക്തമായ ശരീരം കൂടുതൽ കാര്യക്ഷമമായി ഓടാൻ സഹായിക്കും. ഹിൽ റണ്ണിങ് 5 മുതൽ 10 സെക്കൻഡ് വരെ ഹില്ലിൽ സ്പ്രിൻറ്റ് ചെയ്താൽ എക്സ്പ്ലോസീവ് പവർ വർദ്ധിക്കും. 15 മുതൽ 30 സെക്കൻഡ് വരെ ഹിൽ റൺ ചെയ്താൽ സ്പീഡ്, എൻഡ്യൂറൻസ് മെച്ചപ്പെടും. അതിനാൽ ഹിൽ റണ്ണ് ഒരു മികച്ച പരിശീലന മാർഗ്ഗമാണ്. ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറയാം. പെർഫെക്റ്റ് ടെക്നിക്കല്ല, സ്മൂത്ത് ആൻഡ് റിലാക്സിങ് റണ്ണിംഗ് ആണ് ഒരു മിഡിൽ ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് റണ്ണറെ സംബന്ധിച്ച് അത്യാവശ്യം. അത്ലറ്റിന് അനാവശ്യ ടെൻഷൻ ഇല്ലാതെ സ്വാഭാവികമായി അതുപോലെ തന്നെ കാര്യക്ഷമമായി ഓടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു റിലാക്സ്ഡ് റണ്ണർ എപ്പോഴും ഒരു ടെൻസ് റണ്ണറിനേക്കാൾ വേഗത്തിൽ ഓടും. 800 മീറ്റർ അല്ലെങ്കിൽ 1500 മീറ്റർ ഓടാൻ അല്ലെങ്കിൽ അത് ഓടി വിജയിക്കാൻ സ്റ്റാമിന മാത്രം പോരാ, സ്പീഡ് വേണം, സ്ട്രെങ്ത് വേണം, റണ്ണിംഗ് ടെക്നിക്ക് വേണം, എനർജി സിസ്റ്റം ശരിയായി വികസിപ്പിക്കണം. ഇത്തരം എല്ലാം ചേർന്നതാണ് ഒരു സാധാരണ ഓട്ടക്കാരൻ ഒരു മിഡിൽ ഡിസ്റ്റൻസ് അത്ലറ്റായി മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ജിജോ ജെയിംസ്. എൻ്റെ വീഡിയോ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. മറ്റ് സ്പോർട്സ് ആൻഡ് സയൻസ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. കീപ് വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.